ഗുഡ് മോർണിംഗ് ദീപക്. NDA ക്യാമ്പിലും വലിയ ആത്മവിശ്വാസമുണ്ട്. പ്രത്യേകിച്ച് സന്ദീപിന്റെ എക്സിറ്റിന് ശേഷം NDA ക്യാമ്പിൽ BJP ക്യാമ്പിൽ ഒരു ഉണർവുണ്ട് എന്നാണ് BJP പ്രവർത്തകർ പറയുന്നത്. പോളിംഗ് ബൂത്തിലേക്ക് വരണോ എന്ന് സംശയിച്ചിരുന്നവർ പോലും ഇനി പോളിംഗ് ബൂത്തിലെത്തി കൃഷ്ണകുമാറിന് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തും എന്നൊരു ഫീലിംഗ് ഇപ്പോൾ BJP പ്രവർത്തകർക്കിടയിലുണ്ട്. ഇന്നത്തെ നിശബ്ദ പ്രചരണത്തിൽ എന്തൊക്കെയാണ് പ്രധാനമായിട്ടുമുള്ള തന്ത്രങ്ങൾ? ഏതൊക്കെ മേഖലകളിലൂടെയായിരിക്കും ഇന്ന് NDA സ്ഥാനാർത്ഥി C കൃഷ്ണകുമാറിന്റെ പ്രചരണം നടക്കുക? വെരി ഗുഡ് മോർണിംഗ് അരുൺകുമാർ. ഞാൻ നിൽക്കുന്നത് താരക്കാട് ഗ്രാമത്തിലാണ്. ഇവിടെയാണ് ഇന്നിപ്പോൾ NDA സ്ഥാനാർത്ഥിയുടെ നിശബ്ദ പ്രചരണം നടക്കുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ സംസാരിക്കുമ്പോഴൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിശബ്ദ പ്രചരണം എന്ന ആ ഒരു പരിപാടി ഇന്ന് ആണ് അക്ഷരാർത്ഥത്തിലെങ്കിൽ പോലും അത് നേരത്തെ തുടങ്ങിയതാണ് NDA എന്നുള്ളത്. ഇപ്പോൾ സ്ഥാനാർത്ഥി ഓരോ വീടുകൾ കയറിക്കൊണ്ട് വോട്ട് അഭ്യർത്ഥിക്കുന്ന ഒരു തിരക്കിലാണ്. ആ പ്രചരണത്തിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് അദ്ദേഹം നിലവിൽ ഉള്ളത്. ഞാൻ സുമാരട്ടാ യെസ്, അദ്ദേഹം ഒരു വീട്ടിലേക്ക് കയറിയിരിക്കുകയാണ്. അവിടെ കയറി ഇറങ്ങിക്കഴിയുമ്പോൾ നമുക്ക് പ്രതികരണത്തിലേക്ക് പോകാൻ സാധിക്കും. എന്തായാലും അങ്ങനെ മാക്സിമം വോട്ടുകൾ സമാഹരിക്കുക എന്നുള്ള ലക്ഷ്യത്തിലേക്ക് ആദ്യഘട്ടത്തിൽ തന്നെ NDA കടക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ആ നിലയ്ക്ക് നിശബ്ദ പ്രചരണത്തിൻ്റെ സമയത്ത് വലിയ രീതിയിൽ വീടുകൾ കയറുക, വീടുകളിലേക്ക് എത്തിയ ആളുകളെ കണ്ട കാര്യങ്ങൾ ഏകോപിപ്പിക്കുക എന്നുള്ളതാണ്. BJP രണ്ട് മുന്നണിയിൽ നിന്ന് ഞങ്ങൾക്ക് ആ വോട്ടുകൾ ഇത്തവണ ലഭിക്കും. ഇരട്ട വോട്ടുകളൊന്നും പ്രശ്നമാവില്ല. ഇരട്ട വോട്ടൊന്നും പ്രശ്നമാവില്ല. മുതിർന്ന വോട്ടർമാരെ ഇരിക്കാൻ കഴിയില്ല. ഇല്ല, കാരണം അവസാന താങ്ക് യു പേരെടുത്ത് വിളിച്ചാണ് C കൃഷ്ണകുമാർ പ്രചരണമാണ്. പക്ഷേ നിശബ്ദമായിട്ടോ നിശ്ചലമായിട്ടോ ഇരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. അതെ 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 അതുകൊണ്ട് കൂടെ ഓടുക എന്നുള്ളത് മാത്രമേ നിവൃത്തിയുള്ളൂ. അതിപ്പം കൃഷ്ണമാരട്ടാ, ഞാൻ നിങ്ങൾ ഓടുക എന്നുള്ളത് എനിക്ക് മനസ്സിലായി. ഞാൻ കൂടെ ഓടിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ നിശബ്ദ പ്രചരണമാണ്, നിശ്ചലമായിട്ട് ഇരിക്കാൻ കഴിയില്ല. എങ്ങനെയാണ് ഈ പ്രതീക്ഷ അവിടെ എത്തി? ഞങ്ങൾ വിജയം ഉറപ്പിച്ചു കഴിഞ്ഞു. ഞങ്ങൾക്ക് ഭൂരിപക്ഷം എത്രയെന്ന് മാത്രമേ അപ്പോൾ അത് പറഞ്ഞില്ല. എത്രയുണ്ടാവും? 5 അക്കത്തിൽ കൂടുതൽ ഭൂരിപക്ഷം ഉണ്ട്. 5 അക്കത്തിൽ കൂടുതൽ ഭൂരിപക്ഷം ഉണ്ട്. ഇപ്പം പല വിധത്തിലുള്ള വിവാദ വിഷയങ്ങളൊക്കെ വന്നല്ലോ, അതൊക്കെ ഇനിയിപ്പം ചർച്ചയാവാനുള്ള സാധ്യത ഇവിടെ അതെ, പാലക്കാട്ടിലെ ജനങ്ങൾ വിവാദങ്ങളെക്കാൾ ഇഷ്ടപ്പെടുന്നത് വികസനമാണ്. ഞങ്ങൾ മുന്നോട്ട് വെച്ച വികസന കാര്യങ്ങൾ ഇന്ന് ചർച്ചയായി പാലക്കാട്. അത് നെൽകർഷകരുടെ വിഷയമായാലും ശരി, പാലക്കാട്ടത്തെ പാതി വഴിയിലെത്തിയ മുൻ MLA വികസന പ്രവർത്തനങ്ങളൊക്കെ ഇന്ന് വലിയ ചർച്ചയാണ് പാലക്കാട്. പാലക്കാട്ടുകാരെ വഞ്ചിച്ചു മുൻ MLA എന്നുള്ള ചിന്ത പാലക്കാട്ടെ വോട്ടർമാരുടെ ഇടയിലുണ്ട്. അത് ഇത്തവണ ഞങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള വോട്ടായി. വ്യാജ വോട്ടുകളും ഇരട്ട വോട്ടുകളും ഒക്കെ വലിയ രീതിയിൽ ചർച്ചയായതാണ്. വ്യാജ വോട്ടുകൾ ഇരട്ട വോട്ടുകളെല്ലാം വ്യാപകമായിട്ട് വോട്ടുകൾ വെട്ടിമാറ്റപ്പെട്ടിട്ടുണ്ട്. 33-ാം ബൂത്തിൽ ഞങ്ങൾ പരാതി നൽകിയതിന് RDO തന്നിരിക്കുന്ന മറുപടി, അവർ പെർമനൻ്റായിട്ട് ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്തു പോയി. ഈ ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ CPM-ൻ്റെയും കോൺഗ്രസിൻ്റെയും ചട്ടുകമായിട്ട് പ്രവർത്തിക്കുക. ഒരു കഴിഞ്ഞ 30-40 വർഷമായിട്ട് സ്ഥിരമായിട്ട് അവിടെ താമസിക്കുന്ന, ഇന്നും ആ വീടുകളിൽ താമസിക്കുന്ന ആളുകൾ പെർമനൻ്റായിട്ട് ഷിഫ്റ്റ് ചെയ്യപ്പെട്ടു എന്നുള്ള റിപ്പോർട്ട് BLO തോന്നുന്നു, അതിൻ്റെ പേരിൽ അവരെ ഒഴിവാക്കി എന്നുള്ള മറുപടിയാണ് തരുന്നത്. ഈ സർക്കാർ സംവിധാനം, തെരഞ്ഞെടുപ്പ് സംവിധാനം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? ഏറ്റവും വലിയ ഉദാഹരണമാണത്. വ്യാപകമായിട്ട് ഞങ്ങൾക്ക് അനുകൂലമായിട്ട് ലഭിക്കേണ്ട വോട്ടുകൾ ഡിലീറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിന് പിന്നിൽ CPM-ഉം കോൺഗ്രസോ രണ്ട് മുന്നണിയും ഒന്നിച്ചു നിന്നിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. അത്തരം വരുന്ന വോട്ടുകൾ തടയുമെന്നൊക്കെയാണ് CPM ഉൾപ്പെടെ പറയുന്നത്. അല്ല, ഡിലീറ്റ് ചെയ്തു പോയതാണ് ഞാൻ പറയുന്നത്. വോട്ട് ചെയ്യാൻ വരുന്ന ആളുകളെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചട്ടപ്രകാരം വോട്ടർ പട്ടികയിൽ പേരുണ്ടെങ്കിൽ അവരെ വോട്ട് ചെയ്യാൻ അനുവദിക്കണം. CPM ഇവിടെ ബോധപൂർവമായിട്ടുള്ള തോൽവി അവർ ഉറപ്പാക്കി കഴിഞ്ഞു. തോൽവി ഉറപ്പാക്കിയതുകൊണ്ട് അവർ ബോധപൂർവമായിട്ടുള്ള സംഘർഷം സൃഷ്ടിക്കാനുള്ള ശ്രമത്തിലാണ്. അവർ ഒറ്റക്കെട്ട, കാരണം സംഘർഷമുണ്ടാക്കി ഇവിടെ UDF-നെ വിജയിപ്പിക്കുക എന്നുള്ളതാണ് CPM-ൻ്റെ തന്ത്രം. നീക്കമുണ്ടെന്ന് ഉറച്ചു വിശ്വസിച്ചു. CPM-ൻ്റെ തന്ത്രം അതാണ്, സംഘർഷമുണ്ടാക്കുക, UDF-ൻ്റെ അനുകൂലമായിട്ടുള്ള വോട്ട് രേഖപ്പെടുത്തുക എന്നുള്ള തന്ത്രത്തിലേക്കാണ് CPM മാറിക്കൊണ്ടിരിക്കുന്നത്. കാര്യം കൂടി ചോദിച്ചാൽ അവസാനിപ്പിക്കുക, ഈ BJP വോട്ടുകൾ എന്ന് പറഞ്ഞല്ലോ, അത് വെട്ടിപ്പോയി എന്ന് പറഞ്ഞു. അത് ഏതെങ്കിലും തരത്തിൽ ആശങ്കയിലേക്ക് കാര്യങ്ങൾ പോകും? ഞങ്ങൾക്ക് യാതൊരുവിധ ആശങ്കയില്ല. ഇത്തരത്തിൽ ഇതിനെല്ലാം മറികടക്കാനുള്ള തന്ത്രങ്ങൾ ഞങ്ങൾ തുടക്കം മുതൽ ആവിഷ്കരിച്ചിട്ടുണ്ട്. ഞങ്ങളിതെല്ലാം മറികടക്കും. ഞങ്ങളിതെല്ലാം പ്രതീക്ഷിച്ചാണ്. ഇത്തരത്തിലുള്ള എല്ലാ ചതികളും ഞങ്ങൾ പ്രതീക്ഷിച്ചാണ്. കഴിഞ്ഞ തവണ ചതിച്ചിട്ടാണല്ലോ ശ്രീധരൻ സാറെ പരാജയപ്പെടുത്തിയത് CPM-ഉം കോൺഗ്രസും ചേർന്ന്. ഇത്തരം ചതികൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഞങ്ങൾ ഈ ചതികളെല്ലാം ഭേദിക്കും.
ഇപ്പം നാളെ പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ്. ഇന്നൊരൊറ്റ ദിവസവും കൂടി മാത്രമാണ് അവശേഷിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹം വോട്ടർമാരോട് മാക്സിമം ഈ ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ സഹായം അഭ്യർത്ഥിക്കുകയാണ് നമ്മൾ. ഞാൻ ചോദിച്ചു വന്നത്, ഇന്നിനി ഒരൊറ്റ ദിവസം കൂടിയേ ഉള്ളൂ. നാളെ പോളിംഗ് ബൂത്തിൽ ആളുകൾ തീരുമാനിക്കും എന്താണ്, ആരെയാണ് വിജയിപ്പിക്കേണ്ടത് എന്നുള്ളത് സംബന്ധിച്ചുള്ള ഒരു അന്തിമ തീരുമാനത്തിലേക്ക് നാളെ ജനങ്ങൾ എത്തുമെന്നുള്ളതാണ്. ഇന്നത്തെ ഒരു ഓപ്പറേഷൻ എങ്ങനെയാണ്? ഇന്ന് നേരിട്ട് വോട്ടർമാരെ കാണാം, അതിലപ്പുറം ഒരു ഓപ്പറേഷനും ഇല്ല. കാരണം അതിനപ്പുറം ഒന്നുമില്ല. കാരണം പാലക്കാട്ടെ വോട്ടർമാരുമായിട്ട് ഒരു ഹൃദയബന്ധമുണ്ട്. ഒരു നോക്ക് അവർക്ക് കാണാൻ പറ്റിയാൽ, അല്ലെങ്കിൽ ഒരു കോള് കിട്ടിയാൽ അവരുടെ വോട്ട് എനിക്ക് 100% ഉറപ്പ്. അത്രയും ഒരു ആത്മവിശ്വാസം. അത്രയും ആത്മവിശ്വാസം. അരുൺ, ശ്രീ കൃഷ്ണകുമാർ NDA സ്ഥാനാർത്ഥി അദ്ദേഹത്തിൻ്റെ ആ ഒരു ഫുൾ ഓഫ് കോൺഫിഡൻസിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഓരോ വീടുകൾ കയറുമ്പോൾ അവരെ ഒന്ന് കണ്ടാൽ മതി, അല്ലെങ്കിൽ അവരുടെ അടുത്തൊന്ന് എത്തിയാൽ മതി എന്നുള്ള നിലപാട് അദ്ദേഹം കൃത്യമായി പറയുകയാണ്. ഒപ്പം തന്നെ രാഷ്ട്രീയമായിട്ടുണ്ടായ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായ വിവാദങ്ങൾ, അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉയർന്നു വന്ന ചർച്ചകൾ, ആ ചർച്ചകൾക്കൊക്കെ കൃത്യമായി മറുപടി സ്ഥാനാർത്ഥി പറയുന്നുണ്ട്. സംഘർഷം സൃഷ്ടിച്ച തെരഞ്ഞെടുപ്പ് മണ്ഡലത്തിലെ മിക്കവാറും വോട്ടർമാരെ, പ്രത്യേകിച്ച് മുനിസിപ്പാലിറ്റിക്കുള്ളിലുള്ള വോട്ടർമാരെയും കുടുംബത്തെയും നേരിട്ടറിയാം. ഇതിന് വലിയ അഡ്വാൻറ്റേജ് ഉണ്ട്. പലരെയും പേരെടുത്ത് വിളിച്ചാണ് വോട്ട് നേടുന്നത്, അല്ലേ ദീപക്? അതെ, അദ്ദേഹത്തിന് ഒന്നാമത് ഈ മുനിസിപ്പാലിറ്റിയിൽ പ്രവർത്തിച്ച പരിചയം, അവിടെ പല തെരഞ്ഞെടുപ്പുകളിൽ അഭിമുഖീകരിക്കുകയും വിജയിച്ച് വരികയും പിന്നീട് ഭരണ സാരഥ്യത്തിലേക്കൊക്കെ എത്തുകയും ചെയ്തതുകൊണ്ട് തന്നെ ഒരുവിധം മനുഷ്യരെയൊക്കെ അദ്ദേഹത്തിന് നേരിട്ട് കണ്ടാൽ അറിയാവുന്ന സാഹചര്യമുണ്ട്. അവരെ പേരെടുത്ത് വിളിക്കാവുന്ന, ഇപ്പോൾ നമ്മൾ ഈ കണ്ടത് ഗ്രാമമാണ്, അഗ്രഹാര മേഖലയാണ് അല്ലേ? അഗ്രഹാര മേഖല. ഇവിടുത്തെ വീടുകളിലേക്ക്, അതിൻ്റെ അകത്തളങ്ങളിലേക്ക് കയറി ചെന്ന് ഓരോരുത്തരെയും കണ്ട് അവരുടെ കൈ പിടിച്ച് സംസാരിക്കാൻ പറ്റുന്ന, പേരെടുത്ത് വിളിച്ച് സംസാരിക്കാൻ പറ്റുന്ന ബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ തുടക്കം മുതൽ പറയുന്നുണ്ടായിരുന്നു, ഒരു കാര്യം വ്യക്തമാണ്, ഈ മുനിസിപ്പാലിറ്റി മേഖലയിൽ കൃത്യമായി കൂടുതൽ തവണ എത്തിക്കൊണ്ട്, ആ വീടുകളിലേക്ക് എത്തിക്കൊണ്ട് അവരോട് കാണാനും വോട്ട് അഭ്യർത്ഥിക്കാനുമുള്ള നീക്കം NDAയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ആ വോട്ടുകൾ ഉറപ്പിച്ചു നിർത്താനുള്ള ശ്രമങ്ങൾ എല്ലായ്പ്പോഴും നമ്മൾ കാണുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഓരോ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട്, ഏറ്റവും സ്വാധീനമുള്ള മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചു എന്നുള്ളത് കൂടിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ വോട്ടിൽ ഒരു ചോർച്ചയും ഉണ്ടാകാതെ ഇരിക്കുക, ഒരു വിള്ളലും ഉണ്ടാകാതെ ഇരിക്കുക എന്നുള്ളത് ഉറപ്പുവരുത്താനുള്ള എല്ലാ നീക്കങ്ങളും NDA ക്യാമ്പ് ഇതിനോടകം നടത്തിയിട്ടുണ്ട്. എനിക്കപ്പം അങ്ങനെ തന്നെയല്ലേ? അതെ റിപ്പോർട്ട് എന്താ? അല്ല, ഒരു വിള്ളലും ഉണ്ടാവില്ലല്ലോ. ഒരു വിള്ളലും ഞങ്ങൾ ഉറച്ചു നിൽക്കുകയാണ്. ഒരു വിള്ളല 5 ഭൂരിപക്ഷത്തിലേക്ക് നഗരസഭ എണ്ണിക്കഴിയുമ്പോൾ തന്നെ ഞങ്ങൾ 5 ഭൂരിപക്ഷം കിടക്കും. ബാക്കി ബോണസാണ്. അല്ല, ഈ നഗരസഭ എണ്ണിക്കഴിയുമ്പോൾ എന്ന് പറയുമ്പോഴേ നമുക്ക് 3 പഞ്ചായത്തുകൾ കൂടിയുണ്ട്. 3 പഞ്ചായത്തുകളിൽ ഞങ്ങൾ വലിയ മുന്നേറ്റം നടത്തും. 2 പഞ്ചായത്തുകളിൽ 1-ാം സ്ഥാനത്ത് വരും. പ്യാരി പഞ്ചായത്തിൽ ഞങ്ങൾ തൊട്ടടുത്ത് തന്നെ എത്തും, 2-ാം സ്ഥാനത്തെത്തും. പ്യാരി പഞ്ചായത്തിലേക്ക് ഒരു സ്വഭാവം പൊതുവെ ജനങ്ങൾക്ക് അറിയാവുന്നതാണ്. പ്യാരി പഞ്ചായത്തിൽ നമുക്ക് നല്ല ബേസ് ഉണ്ട്, അത് മറികടക്കാനുള്ള തന്ത്രങ്ങളുണ്ട്, നല്ല വർക്ക് നടന്നിട്ടുണ്ട്. അവിടെയും ഞങ്ങൾ 2-ാം സ്ഥാനത്തെത്തും. ബാക്കി കണ്ണാടിയും മാത്രം ഞങ്ങൾ ലീഡ് ചെയ്യും. നഗരസഭാ പ്രദേശത്തെ ലീഡ് പാരിയിൽ മറികടക്കാൻ ഇത്തവണ സാധിക്കില്ല. കഴിഞ്ഞ തവണ ഞങ്ങളുടെ ലീഡ് മറികടന്ന് പ്യാരി പഞ്ചായത്ത് എണ്ണിക്കലാണ്. ഇത്തവണ അത് ഞങ്ങൾ ചേസ് ചെയ്യും. അങ്ങനെ ഒരു കൺസോൾട്ടേഷൻ ഒന്നും ഉണ്ടാവില്ല എന്നുള്ളൊരു ബോധ്യത്തിലേക്ക് പൂർണ്ണമായിട്ടും എന്തായാലും ഞങ്ങൾ മറികടക്കുന്നത്. ഞങ്ങളും കൗണ്ടർ കൺസോൾട്ടേഷനാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകാൻ പോകുന്നത്. 2021 കൺസോൾട്ടേഷൻ ചതിയിലൂടെ ഉണ്ടായ കൺസോൾട്ടേഷനാണ്. അതിനെതിരെയുള്ള ഒരു കൗണ്ടർ കൺസോൾട്ടേഷനാണ് 2024. എന്തായാലും പാലക്കാട് മുനിസിപ്പാലിറ്റിക്കുള്ളിലെ വോട്ടിനെ മറികടക്കാൻ കഴിയുക എന്നുള്ളതാണ് LDFും UDFും നേരിടുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളി. ഇപ്പോൾ സി കൃഷ്ണകുമാർ താരേക്കാട് ഗ്രാമത്തിലൂടെ, പ്രേക്ഷകർക്ക് അങ്ങനെ കുറേ ഗ്രാമങ്ങളുണ്ട്, നൂറണി ഗ്രാമം, താരേക്കാട് ഗ്രാമം, കൽപ്പാത്തിയിലെ ഗ്രാമങ്ങൾ, ഇങ്ങനെ പല പല ഗ്രാമങ്ങളിലൂടെയാണ് പാലക്കാട്ടെ വോട്ടർമാർ ഇപ്പോൾ സ്ഥാനാർത്ഥികൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ സി കൃഷ്ണകുമാറിൻ്റെ മണ്ഡലത്തിലുള്ള പരിചയം, പ്രത്യേകിച്ച് കൗൺസിലർ എന്ന നിലയിലുള്ള അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി അനുഭവം, പരിചയം മണ്ഡലത്തിൽ വലിയ ഗുണകരമായി മാറും BJPക്ക് എന്ന കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ BJP വലിയ ശക്തമായ പ്രചരണമാണ് നടത്തുന്നത്. പിരായിയിലും കണ്ണാടിയിലും മാത്തൂരിലുമുള്ള തിരിച്ചടികളെ പാലക്കാട് മുനിസിപ്പാലിറ്റിക്കുള്ളിൽ തന്നെ മറികടക്കാൻ കഴിയണം എന്നതാണ് BJPയുടെ തന്ത്രവും.